നമുക്കിന്ന് ഈ ബേസിന്റെ വെർബിന്റെ 5 രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ, അതിൽ ആദ്യത്തേത് പഠിക്കാം. V1. നമ്മളിത് 5 V1, V2, V3, V4, V5 ഇതെല്ലാം വിശാലമായിട്ടൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നമുക്ക് V1 മാത്രം നോക്കാം. V1 മാത്രം നോക്കുമ്പോഴേ V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോമാണ്. ക്രിയയുടെ ഏറ്റവും ലളിതമായ രൂപമാണ് V1. ഈ V1ന് ഡിക്ഷണറി ഫോം എന്നും പറയും. നമ്മൾ ഡിക്ഷണറിയിൽ കാണുമ്പം ഉള്ള അർത്ഥം പറയുന്ന ആ രൂപം. ഇപ്പൊ വർക്ക് ജോലി ചെയ്യുക, റൈറ്റ് എഴുതുക, ഈറ്റ് തിന്നുക, ഡ്രിങ്ക് കുടിക്കുക, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. ഇതാണ് V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. ഇത് എവിടെ ഉപയോഗിക്കുന്നതെന്നറിയാവോ? സിമ്പിൾ പ്രസന്റ് ടെൻസില്, സാധാരണ വർത്തമാനകാലത്തില് വാചകങ്ങൾ പറയുമ്പം സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് കർത്താവായിട്ട് വരുന്നത് പ്ലൂറൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ ഏതുപയോഗിക്കും? V1 ഉപയോഗിക്കും. പിന്നെ വേറെ 2 കാര്യങ്ങളുണ്ട്. ഐ, യു, ഞാൻ, നീ. ഇത് 2 സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ബഹുവചന ഈ V1 ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? V1 അല്ലാത്തടത്ത് ഏതാ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത പിന്നീട് പഠിക്കുമ്പോൾ പഠിക്കാം. V5 പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായല്ലോ. പിന്നെ ഈ V1 എവിടെ ഉപയോഗിക്കുമെന്ന് അറിയാമോ? ഇൻഫിനിറ്റീവില്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതുക, എഴുതാൻ, തിന്നാൻ, കുടിക്കാൻ, ഓടാൻ, ചാടാൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനു വേണ്ടിയിട്ട് ഈ വാക്കുകളുടെ ഈ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. V1 ഫോമിന് തൊട്ടു മുന്നിൽ ടൂവും കൂടെ ചേർക്കും. ടു റൈറ്റ്, TO2 റൈറ്റ് എഴുതാൻ, ടു ഡ്രിങ്ക് കുടിക്കാൻ, ടു റൈറ്റ് എഴുതാൻ, ടു ഡ്രിങ്ക് കുടിക്കാൻ, ടു റൺ ഓടാൻ. അങ്ങനെ ഓരോന്നിനൊപ്പവും 2 ചേർത്താണ് ഇൻഫിനിറ്റീവ് ഉണ്ടാകുന്നത്. അപ്പം V1 എവിടെ ഉപയോഗിക്കും? V1 ഇൻഫിനിറ്റീവ് ആക്കുമ്പോഴും ഉപയോഗിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? അത് മനസ്സിലായല്ലോ. പിന്നെ V1 ഉപയോഗിക്കുന്ന എവിടാന്ന് അറിയാവോ? കമാൻഡ്, അതായത് നിർദ്ദേശങ്ങളൊക്കെ പറയാൻ. ക്ലോസ് യുവർ ഐസ്, നിന്റെ കണ്ണടയ്ക്ക്, അല്ലെങ്കിൽ ഷട്ട് യുവർ മൗത്ത്, നിന്റെ വായടയ്ക്ക്, അല്ലെങ്കിൽ ഓപ്പൺ ദ ഡോർ, വാതില് തുറക്കൂ. അപ്പോഴും ഓപ്പൺ, ഷട്ട് ഇതെല്ലാം V1 ആണ്. അപ്പൊ നിർദ്ദേശങ്ങൾ പറയാൻ എപ്പോഴും ഈ V1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻഫിനിറ്റീവ് നിർദ്ദേശങ്ങൾ പറയാൻ അല്ലെങ്കിൽ കമാൻഡുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, എന്നാൽ അത് നമുക്ക് പിന്നീട് പഠിക്കാം. വീണ്ടും ഒരു ക്ലാസ്സിൽ പറയാം. അപ്പൊ V1 എന്താണെന്ന് മനസ്സിലായല്ലോ? ബേസ് ഫോം, അതായത് ഡിക്ഷണറി ഫോം. എഴുതുക, തിന്നുക, കുടിക്കുക. ഡ്രിങ്ക്, ഈറ്റ്, റൈറ്റ്, വർക്ക്, ജമ്പ്, സ്ലീപ്പ്, ഇങ്ങനെ വരുന്നതാണ് V1 ഡിക്ഷണറി ഫോം അല്ലെങ്കിൽ സാധാരണ ഫോം. ഇനി അത് മനസ്സിലാവുമല്ലോ.